അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു 2-3 ടൈപ്പ് ഓഫ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പച്ചരി വെച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ അതേ ടൈപ്പിലുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ 65 ആണ് ഞാനിതിന് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കൻ 65 ഫ്രൈഡ് റൈസാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ 65ൻ്റെ ആ ഒരു മെത്തേഡിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഫ്രൈഡ് റൈസിലിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിക്കൻ 65ൻ്റെ ഫ്ലേവറും കൂടിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആകുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉണ്ടാക്കാനും ഒരുപാട് മെനക്കേടൊന്നുമില്ല. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. കാണാനും നല്ല ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ചിക്കൻ 65 ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ അടുപ്പിച്ചിട്ടുള്ള ചിക്കനേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ എല്ലാം കൊട്ടോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തത്, ചോറിലിടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തനിയിറച്ചിയായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇത് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു മുട്ട ഉടച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു എന്താ പറയുക, ഈ ചിക്കന് വേണ്ടിയിട്ട് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മൈദപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആ ഒരു എന്താ പറയുക, കളറും കിട്ടണം, അതുപോലെ തന്നെ കുറച്ച് എരിവും കൂടെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങയാണ്. അപ്പം നാരങ്ങ നീര് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊന്നും ഇല്ലാണ്ട്, കുരുവൊക്കെ മാറ്റിയിട്ട് നാരങ്ങൻ്റെ നീരങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നാരങ്ങൻ്റെ അല്ലിയോട് കൂടി തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്താൽ മതി. ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി. കത്തിയിലൊന്ന് വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് ആ ഒരു അല്ലി അടക്കം നമുക്ക് കിട്ടും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. തൈര് ചേർക്കുമ്പം നമ്മുടെ ചിക്കൻ പ്രത്യേകിച്ച് ഇനി വേവിക്കുകയാണെന്നൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട്, നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം, ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ആകുമ്പം ആ ഒരു കളറും കൂടെ നമുക്ക് കിട്ടും, അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കാശ്മീരി റെഡ് ചില്ലി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ കാശ്മീരി റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് കളർ ഉണ്ടാകുമ്പം നല്ല കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടി ചേർത്തതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വരുന്ന സമയത്തേക്ക് ഇതവിടെ മാരിനേറ്റ് ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ അങ്ങനെ അവിടെ മാരിനേറ്റിന് വെക്കണം. അപ്പോൾ ചിക്കൻ അവിടെ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തത്. അപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും നേർമയായിട്ട്, അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ലീവ്സ് ക്യാബേജും കൂടെ എടുത്തിട്ടുണ്ട്. അത് നേർമയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞ് വെച്ചതാണ്. ഇത് 1.5 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വലിപ്പമുള്ള അരിയാണിത്. സാധാരണ ഞാൻ എടുക്കുന്നത് അത്ര വലിപ്പം ഉണ്ടാവാറില്ല, ഒരു നോർമലായിട്ടുള്ള വലിപ്പം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസിൻ്റെ കുറച്ച് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണിത്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു റെഡ് ചില്ലീൻ്റെ ഒരു സോസ് ഉണ്ട്, അതും ഒരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഡാർക്ക് സോയാ സോസാണ്, അതും ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെഡ് ചില്ലീൻ്റെ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലീൻ്റെയോ അല്ലെങ്കിൽ റെഡ് ചില്ലീൻ്റെ തന്നെ സാധാരണ വാങ്ങാൻ കിട്ടുന്ന സോസ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ ചോറ് സാധാരണ 2 രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ വറ്റിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ വെന്തതിന് ശേഷം വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. അപ്പം ഞാനിപ്പം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഭയങ്കര വലിയ അരിയായതുകൊണ്ട് വറ്റിച്ചെടുക്കുമ്പം കൂടുതലായിട്ട് അങ്ങ് വെന്തിട്ട് അടിഞ്ഞ പോലെ ആയി പോകുന്നുണ്ട്.
അപ്പോൾ വലിയ സൈസിലുള്ള അരിയാണെങ്കിൽ ഇങ്ങനെ ഊറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പം വെള്ളം ചൂടായപ്പം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നപ്പം അതിലേക്ക് അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നങ്ങ് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുക എന്ന് പറഞ്ഞാൽ 100% അങ്ങ് വേവിക്കണ്ട, ഒരു 80% വേവിച്ചാൽ മതി. ബാക്കിയുള്ളത് ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അങ്ങ് വെന്തോളും. അങ്ങനെ ഇപ്പോൾ ഒരു 80%ഓളം വെന്ത് വന്നപ്പം ചോറ് ഞാൻ വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നന്നായി വെള്ളം വാർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഒരു വലിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ വലിയൊരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ കുമിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് പോകും. അപ്പോൾ വെന്ത് അടിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ മണിമണിയായിട്ടുള്ളതല്ല, അതിൻ്റെ ആ ഒരു കാണാനും ഭംഗി. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് ചെയ്യാനുള്ളത് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ട വേണ്ടാന്നുള്ളവർക്ക് ഈ പാർട്ടങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം കേട്ടോ. നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിനി സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒന്നാണ്, ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുണ്ട് സ്ക്രാമ്പിൾ ചെയ്യുന്നതിൻ്റെത്. ഒരു അരിപ്പത്തട്ടിലോട്ട് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ കുറേ തവണ കണ്ടു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചു. എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ്. സാധാരണ നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാനോ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഓയിലൊന്ന് ആ ഒരു പാനിൽ തടവി കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഓയിലിൽ തന്നെയാണ് ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കേണ്ടത്, ഇത് ഓംലെറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പം പാനിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അരിപ്പക്കൈലിയിലൂടെ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പക്കൈലിയിലൂടെ മുട്ട അങ്ങനെ അങ്ങ് പാനിലേക്ക് വീഴുമ്പം ഓയിലും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് ഫ്ലഫി ആയി പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ചൊരു ഓയിലി ആയിട്ടുള്ളത് കൊണ്ട് തിന്നാനും അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. വെറുതെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നുകയെന്ന് വെച്ചാൽ ഒരു രസം കിട്ടുന്നില്ല അതിന്. കാരണം ഓയിൽ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ഇത്. അപ്പം ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ എന്തായാലും ചോറിലേക്ക് ആ ഓയിലൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം ഞാൻ ഈ ഒരു മെത്തേഡ് ഒന്ന് നോക്കിയത്. അപ്പം മുട്ട ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ആറി വന്ന് ഒന്ന് ഒരിഞ്ഞ് വന്നപ്പം ഞാൻ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മരത്തവി കൊണ്ട് തന്നെ ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി, ഒന്ന് സ്ക്രാമ്പിളാക്കി എടുത്താൽ മതി. അങ്ങനെ ഇപ്പം മുട്ട നന്നായി സ്ക്രാമ്പിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള എക്സസ് ഓയിലൊക്കെ ഒന്നങ്ങ് വാർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പാൻ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള ഓയിലൊക്കെ അങ്ങ് വാർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഓയിൽ നമുക്ക് പിന്നെ ചോറ് തൂങ്ങിക്കുമ്പോഴൊക്കെ എടുക്കാം. അപ്പോൾ മുട്ടയിലുള്ള ഓയിലൊക്കെ ഒന്ന് ഇറങ്ങി വന്നു എന്ന് കണ്ടാൽ മുട്ട വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അങ്ങനെ ഞാനിപ്പം മുട്ട വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു ചോറിലങ്ങ് പിടിക്കുമ്പം പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പം ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ വേണമെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. കുറച്ചധികം ഓയിൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരുപാട് ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി വരുന്ന ഓയിൽ നമുക്ക് ചോറിലേക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് കുറേ ഓയിലൊന്നും ഞാൻ ഇടുന്നില്ല. ഈ ചിക്കൻ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തേക്കും അങ്ങ് നിരത്തി കൊടുത്തിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നു എന്ന് കാണുമ്പോൾ അടുത്ത ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ചോറ് തൂങ്ങിച്ചെടുക്കാം. അപ്പോൾ ചോറ് തൂങ്ങിക്കാനായിട്ട് ഞാനിപ്പം വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പം അടി പിടിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടർ നന്നായി മെൽറ്റായി വന്നാൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ആദ്യം വഴറ്റിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു അരമുറി സവാള അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് വെള്ളം ഊറ്റിയെടുത്തിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അത് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ക്യാരറ്റ് ഇട്ടതിൻ്റെ കൂടെ തന്നെ വെള്ളം ഊറ്റിയിട്ട് ഈ ഉരുളക്കിഴങ്ങും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ വെക്കുന്നത് എന്തിനാണെന്നൊരു ഫ്രഷ്നെസ് കിട്ടാനും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ അപ്പാടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കളറിനൊരു മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്.
ഇനിയിപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയിട്ട് 1-2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെക്കുമ്പം ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഒന്നങ്ങ് വെന്ത് വന്നോളും. 1-2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് മൂടി തുറന്നിട്ട് ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഒന്നങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് സോസസ് ചേർത്ത് കൊടുക്കാം. അപ്പം സോസ് ഞാനിപ്പം 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സോയ സോസ്, പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലീൻ്റെ സോസ് ഉണ്ട്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇനിയിപ്പം സോസൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനിഗറിന് പകരം ഒരു അരമുറി നാരങ്ങ നീരങ്ങ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഓയിലുണ്ടല്ലോ, ആ ഓയിലും കൂടെ ഇട്ടിട്ട് ഞാനിപ്പം നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രൈ ചെയ്ത ഓയിൽ ഇടുമ്പം ചോറിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറും. ഇനി കളറ് മാറേണ്ട വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ചേർക്കണം എന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ലെയറിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് മാത്രമേ ചോറ് ചേർക്കുന്നുള്ളൂ, മുഴുവനും ചേർക്കുന്നില്ല. ബാക്കിയുള്ളത് ഓരോന്നോരോന്ന് ചേർത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ഒരു ലെയർ കുറച്ച് ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള എഗ്ഗ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം മുട്ട എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നങ്ങ് വിടർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് ചോറങ്ങ് വിടർത്തി ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആ ഒരു ഓയിലോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ചിക്കൻ മാത്രം എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം കളറൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഓയിൽ ഇട്ടതാണ്. പിന്നെ ഒരുപാട് ഓയിൽ നമ്മൾ ചോറിന് ഇട്ടിട്ടില്ലല്ലോ, വെറും ബട്ടർ മാത്രമല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങ് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പം ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ ചോറും ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയിലയൊക്കെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള എന്തൊക്കെയാണോ ഉള്ളത്, ക്യാപ്സിക്കമൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ ബട്ടർ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇനി നമ്മൾ സാധാരണ ചോറ് ദം ചെയ്യുന്നില്ലേ, അതേപോലെ ഒന്നങ്ങ് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ആ ചോറിലങ്ങ് കിട്ടണം. എന്നിട്ട് മൂടി തുറന്നിട്ട് ബാക്കിയുള്ളതൊന്നങ്ങ് മിക്സാക്കിയാൽ മതി. അപ്പോൾ മിക്സാക്കുമ്പം എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുമ്പം നല്ലൊരു കളറും ഉണ്ട്, നല്ലൊരു മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുമ്പം ചോറ് ബാക്കിയുള്ളതും കൂടെ അങ്ങ് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അടി തൊട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിലൊക്കെയുള്ള ആ ഒരു കളറ് നേരത്തെ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ട ആ ഓയിലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കളർ ഈ ഒരു ചോറിന് നന്നായിട്ട് പിടിച്ച് വന്നോളും. ഇനി എല്ലാം നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയായി. അപ്പോഴേക്കും ആവശ്യത്തിനുള്ള വേവൊക്കെ ചോറിന് കിട്ടും. ഫ്ലേവർ എല്ലാത്തിൻ്റെയും ഈ ഒരു ചോറിൽ ഇറങ്ങുകയും ചെയ്യും. നല്ലൊരു മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് അവിടെ ഒന്ന് ദമ്മായി വരുന്ന സമയത്തേക്ക് ഞാനിപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ ഒന്ന് എടുത്ത് കാണുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ വെജ് മിക്സ്ഡ് ഫ്രൂട്ട് സലാഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ടൈപ്പിലുള്ള റൈസിൻ്റെ കൂടെ ഇങ്ങനെയുള്ള മിക്സ്ഡ് സാലഡ്സൊക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ 65ൻ്റെ ഫ്ലേവർ ആ ചോറിൽ ഇറങ്ങിയപ്പം നല്ല അടിപൊളി ടേസ്റ്റായി. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക, വേറൊരു സൈഡ് ഡിഷ് അങ്ങനെ ഒന്നും വേണ്ട, ഇത് തന്നെ ധാരാളമാണ്.
നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ചിക്കൻ ആ ഒരു ചോറിൻ്റെ കൂടെ തിന്നുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി റൈസാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണം കേട്ടോ. ഇനി പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.